ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മളെ ദുപ്പൂൻ്റെ ഡേ ആണ്. ഇന്നിപ്പോൾ ഞങ്ങൾ മൂന്നാളും ദുപ്പൂന് വാക്സിൻ ചെയ്യാൻ പോകണം അല്ലേ, വാക്സിനേഷന് വേണ്ടി പോകണം അല്ലേ. അപ്പോൾ വാക്സിനേഷൻ ഇവിടെ അടുത്തുണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വേണം ദുപ്പൂന് ചെയ്യാൻ. അപ്പോൾ ദുപ്പൂനെ ആദ്യം പാക്ക് ചെയ്യട്ടെ, എന്നിട്ട് വേണം ദുപ്പൂനെ കൊണ്ടുപോകാൻ. പാക്ക് ചെയ്യാ പോലെ ദുപ്പു പാക്ക് ചെയ്യണമെന്നില്ല, ആ ബോക്സിലിട്ടിട്ട് കൊണ്ടുപോകാം. ഓൾറെഡി ഒരു ബോക്സ് ഈ ബാസ്ക്കറ്റ് ഉണ്ട്. ദുപ്പുനെ കൊണ്ടുവന്ന ബാസ്ക്കറ്റ്. ഓ ദുപ്പു ക്ലോസ് ചെയ്യട്ടെ, നമുക്ക് ട്രിപ്പ് പോയിട്ട് വരാം. ഹായ് ഹായ് എടുത്തുപ്പു എടുത്തുപ്പു ദുപ്പൂസേ എങ്ങട്ടാ പോവല്ലേ സംഭവം? പോവല്ലേ, നമുക്ക് കരഞ്ഞിട്ട് വരാം. കരയോ? അപ്പൊ ദൊപ്പ് റെഡിയായി, ഇച്ച റെഡിയായി, അതുപോലെ തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോവാം. ദൊപ്പൂനായിട്ട് ആദ്യത്തെ യാത്ര ഉണ്ടത്. ഇത് കൊണ്ടുവന്നല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് കൊണ്ടുപോവാം. ദൊപ്പു സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ദൊപ്പൂന്റെ സൗണ്ട് ഒന്നും കേൾക്കാറില്ല. അപ്പൊ ദൊപ്പ് കിട്ടിയിട്ടുണ്ട്. മൂന്നാളും ഇങ്ങനെ പോവുകയാണ്. അല്ല, കളക്ടറേറ്റിന്റെ അവിടെ സമരം എന്താന്നറിയില്ല. അപ്പൊ നമുക്കിനി നടന്നു പോണം. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോവാൻ കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ടാണ്, അവിടം വരെ നടക്കണം. ഇവിടക്ക് ഫുള്ള് ബ്ലോക്കാണ്. അപ്പൊ നമുക്ക് വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒപ്പാണെങ്കിൽ പരിചയമില്ലാത്തവരൊക്കെ കുറെ ആൾക്കാരെ കണ്ടിട്ട് അതിന്റെ കരച്ചിലുണ്ട്. അപ്പൊ അത് ഇവിടെ നമ്മ എത്തിയിട്ടുണ്ട്. ഇത് മലപ്പുറം ജില്ലയിലത്തെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ നമുക്ക് ദുപ്പൂനെ അവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഒരു ദിവസം വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 28-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഈ മാസം ലാസ്റ്റ് 31-ാം തീയതി 28-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഇച്ചാക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ദുപ്പൂനെ പിടിക്കാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാസ്ക്കറ്റിലല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരാടിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ദുപ്പു അറിഞ്ഞില്ലേ നീ? വേദന എടുത്തോ? ഒരു കുഴപ്പമുണ്ടായില്ലല്ലേ? ഞാൻ വിചാരിച്ചു കരയെന്ന് വിചാരിച്ച്. കരഞ്ഞൊന്നുമില്ല. അപ്പൊ ശരിക്കും ഞങ്ങൾ ഈ മൃഗാശുപത്രിയിലേക്കല്ല വരേണ്ടത്. ശരിക്കും നമ്മൾ എടുക്കാ പോണ്ടത്, നമ്മൾ ഓരോ പഞ്ചായത്തിന്റെ ഇതുണ്ട്, അതിൽക്കാ പോണ്ടത്. പക്ഷെ ഞങ്ങൾ ഈ ഓടൂരിന്റെ അപ്പുറത്തെ പഞ്ചായത്ത് അലിച്ചത് അങ്ങനല്ലേ? അപ്പൊ ഇങ്ങോട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇനി നെക്സ്റ്റ് മന്ത് അല്ലേ, അടുത്ത മാസം ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു വാക്സിനും കൂടെ ദുപ്പൂനുണ്ട്. അപ്പൊ അതും കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ അടിക്കാൻ ഇവിടെ വരണ്ട, ഞാൻ അവിടെ പോയിക്കോളാനാണ് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്, കുറച്ച് രോമങ്ങൾ കൂടി ഇപ്പൊ തന്നെ ഉണ്ട് ചടമയത്തൊക്കെ ദുപ്പൂനെ പിടിച്ചതിന്റെ. പിന്നെ വേറെയുടെ ഒരു ഗുളിക തന്നിട്ടുണ്ട്. 3-1 കുറച്ച് അത് ഇവിടുന്ന് കിട്ടി. ആ ഗുളികയുടെ 1/3 ഭാഗം കൊടുക്കാം. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി പറഞ്ഞു. വാക്സിൻ ചെയ്തപ്പോ തന്നെ കൊടുക്കണ്ടാന്ന്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുപ്പു ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ച് ദുപ്പു എന്തായാലും കരയുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അറിഞ്ഞിട്ട് തന്നെ ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ദുപ്പു ഇനി വല്ല ബെൽറ്റുമെന്നാണോ അവര് ഇഞ്ചക്ഷൻ കൊടുത്തേന്ന്. പക്ഷെ ദുപ്പു ഒന്നും അറിയില്ല, ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഇനി പോവാ. ഈ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടേ ദുപ്പൂന് അപ്പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാണ്ട് ഒരു ഗതികേട്. അപ്പൊ ദുപ്പ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പോരാൻ വേണ്ടി നിൽക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. ഇനി ഞങ്ങൾ ഇവിടെയൊക്കെ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേഗം അങ്ങോട്ട് പോട്ടെ. ദുപ്പൂനുള്ള ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് മരുന്ന് വാങ്ങാം. ദുപ്പൂനുള്ള തുള്ളി മരുന്ന് കിട്ടിയിട്ടുണ്ട്. ഹെയർ പോണുണ്ട് ദുപ്പൂൻ്റെ. അപ്പോൾ കുഴിയുന്നുണ്ട്. അപ്പോൾ അതിന് ഇറ്റിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്കിന്നിലിട്ട് ഇറ്റിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹെയറിലാവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.